الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഈ പരിമിതമായ ദുർബലമായ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം ഓരോ വ്യക്തിയെയും അവൻ്റെ വ്യക്തിത്വത്തെയും പരിഗണിക്കുന്ന മതമാണ്. ഓരോ വ്യക്തിയുടെയും അവകാശങ്ങളെ ഹനിക്കരുത് എന്ന് കൽപ്പിക്കുന്നു ഇസ്ലാം. അഭിമാനം, രക്തം എന്നിവ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഇസ്ലാമിന്റെ കർശനമായ നിർദ്ദേശമാണ്. ഇവിടെ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും അവന്റെ മരണം വരെ ഇവിടെ അവന്റെ അവകാശങ്ങൾ ലഭിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അവന് അനുവദിച്ചു കൊടുക്കേണ്ടുന്ന കാര്യമാണ്. ഇസ്ലാം യഥാർത്ഥത്തിൽ ഒരാളെയും ആക്രമിക്കാനോ വിഷമിപ്പിക്കാനോ ഫിത്തന വിളമ്പി അകറ്റാനോ കൊല്ലാൻ പോലുമോ അവകാശം നൽകുന്നില്ല. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ. സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിന്റെ പേരിലോ ഒരാളെ കൊന്നതിന് പകരമായോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവനും കൊന്നതിന് തുല്യമാണ്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവനും രക്ഷിച്ചതിന് തുല്യവും ആണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ വധശിക്ഷയും അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളും മോചനദ്രവ്യം നൽകേണ്ടുന്ന 34 കോടി രൂപ സ്വരൂപിച്ചതുമൊക്കെ വളരെ മനോഹരവും വളരെ മാനുഷിക ഐക്യത്തിന്റെ ഉദാത്തമായ തെളിവുമായിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വിഷയമാണത്. ജാതിയുടെയോ മതത്തിന്റെ പേരിൽ ആരും അകന്നു നിൽക്കാതെ എല്ലാവരും യോജിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മോചനം ലാക്കാക്കി ആ ദൗത്യ നിർവഹണത്തിൽ സഹായ ഹസ്തങ്ങൾ ചെയ്തു. നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ലൊരു സംഖ്യ അതിനുവേണ്ടി പിരിക്കുകയും എത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതും സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഇതിനിടയിലും ചില കുബുദ്ധികളുടെ ദുഷ്പ്രചരണങ്ങൾ വ്യാപകമായി നടത്തപ്പെടുന്നുണ്ട്. സൗദി അറേബ്യയെക്കുറിച്ച്, ഇസ്ലാമിലെ ശിക്ഷാ സമ്പ്രദായങ്ങളെക്കുറിച്ച്, അത് കാടത്തമാണെന്നും അത് അപരിഷ്കൃതമാണെന്നും ഒക്കെയുള്ള പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വധശിക്ഷ പ്രാകൃതമാണ് എന്നൊരു വാദം ഇസ്ലാമിനില്ല. അതൊരു പ്രാകൃതമായ ശിക്ഷയല്ല എന്ന് വധശിക്ഷ നിരോധിക്കപ്പെട്ട രാജ്യങ്ങളിൽ കുന്നുകൂടുന്ന ഏറ്റവും പുതിയ ആക്രമണങ്ങളുടെ വർധനവ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരാളെ ഇങ്ങോട്ട് കൊന്നുകഴിഞ്ഞാൽ, അന്യായമായി കൊന്നുകഴിഞ്ഞാൽ
വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊന്ന ആളെ പിടികൂടാൻ കഴിഞ്ഞാൽ അയാളെ വധിക്കുക എന്നുള്ളത് ആ സമൂഹത്തിൽ നിലനിൽക്കേണ്ടുന്ന സമാധാനത്തിന് അത്യാവശ്യമാണ്. എന്നാൽ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ നടക്കുന്ന കൊലപാതകങ്ങളുണ്ട്. കൊലപാതകങ്ങൾ പല രീതിയിലാണ്. അറിഞ്ഞി ആസൂത്രണം ചെയ്തുകൊണ്ട് നടത്തുന്ന കൊലകളുണ്ട്. മനഃപൂർവ്വമല്ലാതെ നടക്കുന്ന കൊലകളുണ്ട്. മാത്രമല്ല, ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ സംഭവിക്കുന്ന കൊലപാതകങ്ങളുണ്ട്. അതിനൊന്നും വധശിക്ഷ നൽകിക്കൊണ്ട് ആ പ്രതിയെ ശിക്ഷിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നേ ഇല്ല. ഇസ്ലാമിന്റെ ആ ശിക്ഷാ സമ്പ്രദായം വളരെ വിശാലമാണ്, വളരെ മാനവികമാണ്. അതിനെക്കുറിച്ച് പഠിച്ചാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, സൂറത്തുൽ ബഖറയിലെ 178-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. സത്യവിശ്വാസികളെ കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യ ശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുകയാണ്. സ്വതന്ത്രന് പകരം സ്വതന്ത്രനും, അടിമക്ക് പകരം അടിമയും, സ്ത്രീക്ക് പകരം സ്ത്രീയും എന്ന രീതിയിൽ തുല്യമായ രീതിയിൽ ശിക്ഷ നൽകുക എന്നുള്ളത് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി അവന് തന്റെ സഹോദരന്റെ പക്ഷത്തു നിന്ന് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ, ഇനി കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കളിൽ നിന്ന് ഈ കൊലയാളിക്ക് വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ അവൻ മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടം പരിഹാരം നൽകിക്കൊണ്ട് മോചിതനാവുകയും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയും കാരുണ്യവുമാണ് അത്. യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വധശിക്ഷ എന്താണ്? മനഃപൂർവ്വം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, ആസൂത്രിതമായി ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, കൊല്ലണമെന്ന നീയത്തോടെ, കൊല്ലണമെന്ന തീരുമാനത്തോടെ, അതിനുവേണ്ടി ചട്ടങ്ങൾ ഒരുക്കി, അതിനുവേണ്ടി കാത്തിരുന്ന് കൊല നടത്തിക്കഴിഞ്ഞാൽ, അത് ശരിയായ രീതിയിൽ അവൻ മനഃപൂർവ്വം കൊന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക കോടതിയുടെ നിയമ നടപടി. എന്നാൽ ഇസ്ലാമിക കോടതി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം പ്രഖ്യാപിച്ചാൽ പോലും ആ പ്രതിയെ കൊല്ലണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവസാനത്തെ അധികാരം കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾക്കാണ്. കൊല്ലപ്പെട്ടവന്റെ സഹോദരങ്ങൾക്കും മക്കൾക്കും ഒക്കെയാണ് അതിന് അധികാരമുള്ളത്. അവർ മാപ്പ് നൽകുകയാണെങ്കിൽ, ഞങ്ങളിതാ ഈ മനുഷ്യന് കൊന്ന ആൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ വെറുതെ വിടാൻ കോടതിക്ക് ബാധ്യതയുണ്ട്. വെറുതെ വിടാൻ. അനിയല്ല, നഷ്ടപരിഹാരം ദിയ സ്വീകരിച്ചുകൊണ്ട് ആണ് അങ്ങനെ ബന്ധുക്കൾ പറയുന്നെങ്കിൽ, ഞങ്ങൾക്ക് ഇന്നാലിന്ന് സംഖ്യ നഷ്ടപരിഹാരം തരികയാണെങ്കിൽ ആ നഷ്ടപരിഹാരം സ്വീകരിച്ചുകൊണ്ട് ഈ മനുഷ്യനെ വെറുതെ വിടാനുള്ള അധികാരവും കോടതിക്കുണ്ട്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ വിധിക്കുക എന്നല്ലാതെ നടപ്പിലാക്കും മുൻപ് ആത്യന്തികമായ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള അവകാശം ബന്ധുക്കൾക്ക്, കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾക്ക് നൽകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, കൊല്ലപ്പെട്ടവനും കൊന്നവനും ഒരാളെ കൊല്ലുകയാണ്, രണ്ടുപേർ തമ്മിൽ സംഘർഷത്തിലാണ്, പോരാട്ടത്തിലാണ്, വാളുകൾ കൊണ്ട് അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് പോരാട്ടത്തിലാണ്. ഒരാൾ കൊല്ലപ്പെടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ ഒരുങ്ങുകയും അതിനുവേണ്ടി പൊരുതുകയും ചെയ്തിട്ട് ഒരാൾ കൊല്ലപ്പെടുകയും മറ്റേയാൾ കൊന്നവനായി ബാക്കിയാവുകയും ചെയ്താൽ രണ്ടുപേരും നരകത്തിലാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതെന്താണ് അങ്ങനെ? കൊന്നവന്റെ കാര്യം നരകത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും, പക്ഷെ കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിലാവുക എന്ന്? അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അയാളുടെ ഉദ്ദേശം ഇവനെ കൊല്ലുക എന്നതായിരുന്നല്ലോ. അപ്പം മനസ്സിന്റെ നിയത്ത്, മനസ്സിൽ എന്ത് ഉദ്ദേശിക്കുന്നോ അതാണ് പടച്ചവൻ നൽകുന്ന പ്രതിഫലം എന്ന് മനസ്സിലാക്കുക. ഒരാളെ ഒന്നിലധികം പേർ കൊന്നു കഴിഞ്ഞാൽ പോലും
ആ എല്ലാവരെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിക വിധിയാണ്. എന്നാൽ മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിയ നൽകിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കണം, വമാ കാന ലിമുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖത്ആ, യാതൊരു വിശ്വാസിക്കും മറ്റൊരു വിശ്വാസിയെ കൊല്ലാൻ പാടില്ല. വമൻ ഖതല മുഅ്മിനൻ ഖത്അൻ ഫതഹ്രീറു റഖബത്തിൻ മുഅ്മിനത്തിൻ വദിയത്തുൻ മുസ്ലിമത്തുൻ ഇലാ അഹ്ലിഹി. അബദ്ധത്തിൽ വന്നു പോകുന്നതല്ലാതെ, എന്നാൽ വല്ലവനും ഒരു വിശ്വാസിയെ അബദ്ധത്തിൽ കൊന്നുപോയാൽ പ്രായശ്ചിത്തമായി ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും അവന്റെ അഥവാ കൊല്ലപ്പെട്ടവന്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ആണ് വേണ്ടത്. അവർ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം അവർക്ക് നൽകിക്കൊണ്ട് ഇവന് മോചിതനാകാനുള്ള അവകാശം അബദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ അവനുണ്ട്. മാത്രമല്ല, കോടതി വിധിക്കുക അബദ്ധത്തിലാണ് ഒരു കൊലപാതകം നടന്നതെങ്കിൽ ഒരിക്കലും അവന് വധശിക്ഷയ്ക്ക് വിധിക്കുകയില്ല കോടതി. നഷ്ടപരിഹാരം നൽകാനായിരിക്കും കോടതി വിധിക്കുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നഷ്ടപരിഹാരം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവാം. ചില സാമ്പത്തികമായി കഴിവില്ലാത്ത ആളുകൾ പ്രതികളായി ജയിലിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം അവർക്ക് നൽകാൻ കഴിയില്ലെങ്കിൽ സമൂഹം അത് ഏറ്റെടുത്തുകൊണ്ട് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് അവനെ മോചിപ്പിക്കാനുള്ള ഇളവും മതം നൽകിയിരിക്കുന്നു. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും നടന്നു വരികയാണ്. 9 പേരുടെ മരണത്തിന് കാരണമായ 2006 ഫെബ്രുവരിയിൽ നടന്ന ഒരു കാർ ആക്സിഡന്റിൽ പ്രതി ബാംഗ്ലൂർ സ്വദേശിയായ സലീം പാഷ 9 പേരാണ് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയത്. 6,53,000 സൗദി റിയാൽ ദിയ നൽകാൻ അയാൾക്ക് കഴിയില്ലായിരുന്നു. എന്നിട്ട് അവിടുത്തെ ഭരണാധികാരി, സൗദി അറേബ്യയിലെ ഭരണാധികാരിയായ അബ്ദുള്ള രാജാവാണ് ആ സംഖ്യ നൽകിക്കൊണ്ട് പ്രതിയെ മോചിപ്പിച്ചത്. കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതി വിധിച്ചു. ആ നഷ്ടപരിഹാരം നൽകിയത് അവിടുത്തെ ഭരണാധികാരി തന്നെ. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ, പണമുള്ള ഈ രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഉന്നതരായ വ്യക്തിത്വങ്ങൾ ഈ രീതിയിൽ ഒരുപാട് ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇസ്ലാം പറയുന്ന വധശിക്ഷ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഉള്ളതല്ല. നോക്കൂ നിങ്ങൾ, ഇപ്പൊ അബ്ദുറഹീമിന്റെ കേസ്, ഞാൻ ആ കാര്യങ്ങളിലേക്ക് വിശദീകരിച്ച് വരുന്നില്ല. അബ്ദുറഹീമിന്റെ കേസിൽ ഇത്തരം ഒരു ഇളവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് 34 കോടി രൂപ പിരിക്കാൻ കഴിഞ്ഞതും അയാൾ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നതും. അവിടുത്തെ കോടതി വധശിക്ഷ വിധിക്കുകയും അത് അന്തിമമായ വിധിയായി തീരുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ പൈസ പിരിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു, അദ്ദേഹം രക്ഷപ്പെടില്ലായിരുന്നു. ബന്ധുക്കൾ ആവശ്യപ്പെട്ട ആ സംഖ്യ അതെത്ര വലുതാവട്ടെ, അതിന്റെ ഏറ്റക്കുറച്ചുകളെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പലതും പറയുന്നുണ്ട്, ഇരിക്കട്ടെ, ആ സംഖ്യ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് ആ മനുഷ്യൻ വധിക്കപ്പെടാതെ തിരിച്ചു വരുന്ന സാഹചര്യം ഇസ്ലാമിക ശരീഅത്തിന്റെ ഏറ്റവും മൂല്യമായ, ഏറ്റവും ഉദാത്തമായ സംഭവമാണ് എന്ന് നാം തിരിച്ചറിയണം. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളോട് ഇത്തരം കാര്യങ്ങൾ നാം പറഞ്ഞു കൊടുക്കണം. അബ്ദുറഹീമിന്റെ വിഷയം തന്നെ അവിചാരിതമായി നടന്നുപോയ കൊലപാതകമാണെങ്കിൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ അവതരിപ്പിച്ച കള്ളക്കഥകളൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ വിധിച്ചത്. വെറുതെ ഒരു ഇന്ത്യക്കാരനല്ലേ കടക്കട്ടെ വധശിക്ഷ എന്ന് തീരുമാനിച്ചൊന്നുമല്ല, വളരെ വ്യക്തമായ രീതിയിൽ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ ഒരു ഇളവ് നമ്മൾ തിരിച്ചറിയുകയും ആ കാര്യത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് 34 കോടി രൂപ സമാഹരിക്കുകയും അതിന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സൗകര്യം വൈകാതെ തന്നെ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാം എന്നുള്ളത് മനുഷ്യന്റെ
വിമോചനത്തിന്റെ മതമാണ്. അവനെ അകാരണമായി ശിക്ഷിക്കാനോ അകാരണമായി കൊല്ലാനോ ഉള്ളതല്ല ഇസ്ലാം. ഒരാളെ കൊന്നാൽ മനുഷ്യരെ ഒന്നാകെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് ഖുർആനാ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ മനുഷ്യന്റെ അഭിമാനത്തെ, രക്തത്തെ, അവന്റെ വ്യക്തിത്വത്തെ പരമാവധി ആദരിച്ച മതം. അകാരണമായി കൊണ്ട് ഒരു രീതിയിലും മനുഷ്യനെ ഒതുക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ലക്ഷ്യമല്ല. ആളുകൾ പല രീതിയിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇസ്ലാമിന്റെ ശിക്ഷാരീതിയെക്കുറിച്ച്, അതിന്റെ വിശാലമായ മാനവിക ചിന്തകളെ കുറിച്ചൊക്കെ നമ്മൾ കൂടി കൂടുതൽ അറിയുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരം പ്രചരണങ്ങളിൽ നിന്ന് അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തിരുത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഈ കാര്യത്തിൽ പോലും വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിത്തീരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു മൻ ലാ നബിയ്യ ബഅദഹു വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന വെള്ളിയാഴ്ച നമ്മൾ വലിയൊരു ചുമതല നിർവഹിക്കേണ്ടതിൻ്റെ ദിവസമാണ്. ഇലക്ഷൻ അന്നാണ് നടക്കുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാധാരണ ഇലക്ഷൻ വെക്കാറില്ല. എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ കേരളത്തിൽ വെള്ളിയാഴ്ചയാണ് ഇലക്ഷൻ നടക്കുന്നത്. മുമ്പൊക്കെ ഒരുപാട് ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ അങ്ങനെയുള്ളതല്ല. നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് സമാധാനത്തോടെ നമ്മുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്സത്തോടെ നമ്മൾ ഉൾക്കൊണ്ട ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷനാണിത്. ഗൗരവതരമായി നമ്മൾ ചിന്തിക്കണം. പലരും വോട്ടല്ലേ, എൻ്റെ ഒരു വോട്ടല്ലേ എന്ന രീതിയിൽ സ്വന്തം വോട്ടിനെ നിസ്സാരമായി കാണുന്നു. പക്ഷേ അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൽ പറയാണ്, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുതേ എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. നമുക്കറിയാം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന സാഹചര്യം. ഇന്ത്യ വളരെ മനോഹരമായൊരു നിയമസംഹിത അവതരിപ്പിച്ച് ലോകത്ത് തന്നെ പേരുകേട്ട ഒരു രാജ്യമാണ്. എല്ലാവർക്കും തുല്യമായ അവകാശം നൽകിക്കൊണ്ടുള്ള ഒരു മഹനീയമായ ഭരണഘടന നിലവിലുള്ള രാജ്യം. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാത്മജിയും അബുൽ കലാം ആസാദും നെഹ്റുവും അടങ്ങുന്ന ആ വലിയ നേതാക്കന്മാരുടെ, അംബേദ്കറും അടങ്ങുന്ന നേതാക്കന്മാരുടെ ചിന്തകളെ ആകെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള അതിഗൂഢമായ പദ്ധതികളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഇവിടെ ഈ കിരൂർ പ്രദേശത്ത് എത്ര വോട്ടർമാർ ഉണ്ട് എന്ന് ഓരോ വോട്ടറും അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഈ ബൂത്തിനപ്പുറത്ത്, ഈ പ്രദേശത്തിനപ്പുറത്താണെങ്കിൽ അയാളെ കാര്യം ബോധ്യപ്പെടുത്തി കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം ഓരോ ആളിൽ നിന്നും ഉണ്ടാവണം. അത്രമാത്രം ഗൗരവതരമാണ് ഇപ്രാവശ്യത്തെ വോട്ട്. വെള്ളിയാഴ്ചയാണ്, ജുമാ ദിവസമാണ്. വോട്ടുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ബൂത്തിലിരിക്കുന്ന ഏജന്റുമാർ, അവർക്കൊക്കെയും ജുമാ നഷ്ടപ്പെടും. ജുമാ നിർബന്ധമായും നിർവഹിക്കേണ്ടുന്ന ഒരു ബാധ്യതയാണ്. എന്നാൽ ഇമാം സുയൂത്തി റഹ്മഹുള്ള പറഞ്ഞതുപോലെ നന്മയും തിന്മയും ഒന്നിച്ചു വരുന്ന സന്ദർഭത്തിൽ തിന്മയ്ക്കെതിരെ നിൽക്കുക എന്നുള്ളതായിരിക്കണം ഒന്നാമത്തെ പരിശ്രമം എന്ന് ഇമാം സുയൂത്തി റഹ്മഹുള്ള പറഞ്ഞിട്ട് ഒട്ടേറെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുണ്ട്. പറഞ്ഞു വരുന്നത്, ഇലക്ഷൻ ദിവസത്തിൽ ജുമാക്ക് പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്റെ വോട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ ജുമാക്ക് പകരം നിങ്ങൾക്ക് ദുഹർ നമസ്കരിക്കാം, ജംആയി നമസ്കരിക്കാം, ഖസ്റായി നമസ്കരിക്കാം.
വോട്ട് നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇതൊരു അമാനത്താണ്, നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട വലിയൊരു അമാനത്ത്. അതൊരിക്കൽ പോലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ പടച്ചവൻ ഈ അവസരത്തെ പാഴാക്കി കളഞ്ഞതിൻ്റെ പേരിൽ നമ്മെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നാളെ ഈ ഒരു അവസരം നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മതേതര വിശ്വാസികൾ വളരെ ഗൗരവതരമായി തന്നെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പോരാടേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, സൂറത്തുൽ ആറാഫിൽ ഞാൻ സൂചിപ്പിച്ചു, ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത്. ഇവിടെ നാശം വിളയിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ അല്ലെങ്കിൽ ഉന്നതാധികാരികൾ, ഭരണാധികാരികൾ പോകുന്നുവെങ്കിൽ അതിനെ തടയിടാനുള്ള നമ്മുടെ ആയുധമാണ് വോട്ട്. മറ്റ് ആയുധങ്ങൾ കൊണ്ട് പോരാടുക എന്നുള്ളതല്ല, വോട്ട് എന്ന ആയുധം കൊണ്ട് പോരാടുക എന്നുള്ളതാണ് ഇവിടെ അഭികാമ്യം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ മാഇദയിൽ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരും ആയിരിക്കണം. നമ്മൾ പടച്ചവന്റെ തൃപ്തി അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ നീതിയുടെ പക്ഷത്തായിരിക്കണം. നീതിയുടെ പക്ഷത്ത് നിലകൊള്ളേണ്ടവരാണ് നാം. ഇപ്പൊ സ്വാഭാവികമായിട്ടും പലരും പറയും, എല്ലാം കണക്ക് തന്നെയല്ലേ, അപ്പാർട്ടിയും ഇപ്പാർട്ടിയും ഒക്കെ കണക്ക് തന്നെയല്ലേ, എല്ലാവരും അഴിമതിക്കാരല്ലേ, എല്ലാവരും ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളുന്ന ചിന്തകളുണ്ട്. ഇതിനെ നിഷേധിക്കുന്നൊന്നുമില്ല. അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിൽ ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് തിന്മകൾ ഉണ്ടാകുമ്പോ, അങ്ങനെയും ചിന്തിക്കുന്നവരോട് പറയുന്നത്, എല്ലാം കണക്ക് തന്നെയല്ലേ എന്ന് ചിന്തിക്കുന്നവർ, രണ്ട് തിന്മകൾ ഉണ്ടാകുമ്പോ ഏറ്റവും ചെറിയ തിന്മയെ പിന്തുണക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ബാധ്യത. വലിയ തിന്മയെ തടയാൻ വേണ്ടി ചെറിയ തിന്മയെ പിന്തുണക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ടെങ്കിലും പോരാടാനുള്ള ശ്രമം നടത്തണം. വെള്ളിയാഴ്ച ദിവസമാണ്, ജുമാ ദിവസമാണ്. പ്രാർത്ഥനാനിരതനായിക്കൊണ്ട് ആ വോട്ട് വിനിയോഗിക്കാനുള്ള ദൃഢപ്രതിജ്ഞ നമ്മൾ എടുക്കുകയും അതിനുവേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം നമ്മൾ നടത്തുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ദർഭം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ചിലപ്പോ അടുത്ത ഒരു അവസരം ഇതിനായി വന്നുകൊള്ളണമെന്നില്ല എന്ന ബോധ്യത്തോടെ എല്ലാവരും തന്റെ പൗരാവകാശം വിനിയോഗിക്കണം. അത് ഫാസിസത്തിനെതിരെ വിനിയോഗിക്കണം, മതേതര കക്ഷികൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരലും ഈ ഇരുത്തവുമൽ സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളിൽ നിന്നും വന്നുപോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരണമേ റബ്ബേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു തരണമേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ നീ പുറത്ത് ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ അല്ലാ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അല്ലാ. രോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഇത്തരം പരീക്ഷണങ്ങളിൽ ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ അല്ലാ. ഞങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന രോഗികളായ ഒട്ടേറെ ആളുകളുടെ നാഥ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, മാനസികമായി തളർന്ന ഒട്ടേറെ ആളുകളുടെ നാഥ, അവർക്കൊക്കെയും നീ ആശ്വാസം പ്രദാനം ചെയ്യണമേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങൾ, നല്ല ഉദ്ദേശങ്ങളൊക്കെ നീ സാധ്യമാക്കി കൊടുത്ത് അവർക്ക് നീ സമാധാനം നൽകണമേ അല്ലാ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ അല്ലാ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു കൊടുക്കണമേ അല്ലാ. ക്ഷീണിതരായ, അവശരായ, രോഗികളായ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സമാധാനവും ശിഫയും ആശ്വാസവും നൽകണമേ അല്ലാ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ അല്ലാ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്ക് നീ ഇടം നൽകണമേ അല്ലാ.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന സത്യവിശ്വാസികൾക്ക്, ഗസയിലെ സത്യവിശ്വാസികൾക്ക്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സത്യവിശ്വാസികൾക്ക് നീ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകണമേ അല്ലാഹ്. ഈ രാജ്യത്ത് നിലവിലുള്ള ജനാധിപത്യ രീതി സാധാരണ നിലയിൽ തുടരാനുള്ള തൗഫീഖ് നീ നൽകണമേ അല്ലാഹ്. ദുശക്തികളെ നീ ദുർബലപ്പെടുത്തണമേ അല്ലാഹ്. മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ നിലനിർത്താനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അല്ലാഹ്. വോട്ട് യഥാവിധി വിനിയോഗിക്കുകയും അതനുസരിച്ച് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ സമാധാനം കളിയാടുന്നൊരു അന്തരീക്ഷം ഈ രാജ്യത്ത് നിലനിൽക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ അല്ലാഹ്. ദുശക്തികളെ നീ ദുർബലപ്പെടുത്തണമേ അല്ലാഹ്. വിശ്വാസികളെ ഒതുക്കാൻ ശ്രമിക്കുന്ന ദുശക്തികളെ നീ തോൽപ്പിക്കണമേ അല്ലാഹ്. വിശ്വാസ സമൂഹത്തിന് നീ വിജയം പ്രദാനം ചെയ്യണമേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.